ഇറാനെതിരെ പടയൊരുക്കവുമായി USS ജെറാർഡ് ആർ ഫോർഡ് പുറപ്പെട്ടിരിക്കുന്നു. ഇറാൻ ഭരണകൂടത്തെ വരുതിയിലാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ പേർഷ്യൻ ഗൾഫിലേക്ക് തിരിച്ചിരിക്കുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ നേരിടാനുള്ള പ്രതിരോധ നീക്കമായാണ് ഈ സൈനിക വിന്യാസത്തെ ട്രംപ് വിലയിരുത്തുന്നത്. മധ്യേഷ്യയിൽ പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചിരിക്കെ ജെറാൾഡ് ആർ ഫോർഡിന്റെ വരവ് അത്ര പന്തിയല്ലെന്നാണ് വിലയിരുത്തലുകൾ. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങളെന്ന് നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് USS ജെറാർഡ് ആർ ഫോർഡ്. ജനുവരി 26-നാണ് USS എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചത്. അറേബ്യൻ കടലിൽ ഇറാന്റെ പേർഷ്യൻ ഗൾഫ് തീരത്ത് നിന്ന് ഏകദേശം 500 കിലോമീറ്റർ അകലെ അബ്രഹാം ലിങ്കൺ കാത്തു നിൽക്കുന്നുണ്ട്. ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ, ക്രൂയിസറുകൾ, സപ്പോർട്ട് ഷിപ്പുകൾ എന്നിവയടക്കം വൻ സന്നാഹങ്ങളോടെ ഒരുങ്ങിയിരിക്കുകയാണ് ഈ പടക്കപ്പൽ. ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് രണ്ടാമത്തെ കാരിയർ നിയോഗിക്കാൻ പെന്റഗണും ട്രംപും ചേർന്ന് തീരുമാനിക്കുന്നത്. USS ജെറാർഡ് ആർ ഫോർഡിനെ കരീബിയയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റുമെന്ന് നേരത്തെ തന്നെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ട്രംപ് ഇപ്പോൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾ വൈകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ട്രംപ് രണ്ടാമത്തെ കാരിയർ വളരെ പെട്ടെന്ന് എത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഒരു കരാറിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടെന്ന് എന്നാണ് ട്രംപ് പറയുന്നത്. USS ജെറാർഡ് ആർ ഫോർഡ് ഇപ്പോൾ കരീബിയയിലാണ്. ഇവിടെ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് മിഡിൽ ഈസ്റ്റിലെത്താൻ ഏകദേശം 3 ആഴ്ച എടുക്കും. നിലവിൽ മേഖലയിലുള്ള USS എബ്രഹാം ലിങ്കണൊപ്പം ഫോർഡും ചേരും. 2025 ജൂണിലാണ് USS ജെറാർഡ് ആർ ഫോർഡ് ആദ്യമായി നോർഫോക്കിൽ നിന്ന് പുറപ്പെട്ടത്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന പേരിൽ വെനസ്വേലയിൽ നടത്തിയ സൈനിക നീക്കത്തിൽ US സൈന്യത്തെ പിന്തുണക്കാനായി എത്തിയ വിമാനവാഹിനിയായിരുന്നു ഫോർഡ്. കരീബിയനിലേക്ക് നീങ്ങിയ ഈ കപ്പൽ ഇപ്പോൾ 8 മാസത്തിലധികം നീണ്ട നിയോഗത്തിലാണ്. സാധാരണയായി 7 മാസമാണ് ഒരു കപ്പലിന്റെ ഡിപ്ലോയ്മെന്റ് കാലാവധി. എന്നാൽ ഇത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് വരെ നീട്ടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മെയിൻ്റനൻസ് ആവശ്യമാണെന്ന് നേവി മുന്നറിയിപ്പ് നൽകിയിട്ടും നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ട്രംപ് ഭരണകൂടം. ഫോർഡിന്റെ വരവ് മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വൻ സന്നാഹങ്ങളുമായി ഭീഷണി മുഴക്കുമ്പോഴും ഇറാനെ കീഴടക്കുക എന്നത് അമേരിക്കയ്ക്ക് എളുപ്പമായിരിക്കില്ല എന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. യുദ്ധത്തിൽ ഇസ്രായേൽ കൂടി ചേർന്നാലും സൈനിക നടപടി ദുഷ്കരമായിരിക്കും. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഇറാന്റെ പക്കലുള്ള മിസൈൽ ശേഖരവും തന്നെയാണ് പ്രധാന വെല്ലുവിളി. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഇറാനുമായി ഒരു കരാറുണ്ടാക്കുക എന്നതിനാണ് മുൻഗണനയെന്ന് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിലെ ഒരു അഭിമുഖത്തിൽ റൂബിയോ പറഞ്ഞു. രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ അയച്ചത് ഇറാൻ തങ്ങളെ ആക്രമിക്കില്ലെന്നും മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലെന്നും ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമമാണെന്നാണ് റൂബിയോ പറയുന്നത്. ഇറാൻ ഇതിനോട് പ്രതികരിച്ചില്ലെങ്കിലും മുൻകാലങ്ങളിലേതുപോലെ പ്രതിരോധാത്മക നിലപാട് സ്വീകരിക്കുമെന്നാണ് വിലയിരുത്തൽ.